ആഘോഷങ്ങൾ ആവേശമാകണം, ആരുടെയും കണ്ണീരാകരുത്. തൃശൂരിൽ കഴിഞ്ഞ ദിവസം ചിതറിത്തെറിച്ചത് വെറും പടക്കങ്ങളല്ല, നമ്മുടെ സുരക്ഷാബോധം കൂടിയാണ്. ആകാശത്ത് വിരിയുന്ന വർണ്ണക്കാഴ്ചകൾക്കായി ഇനിയും എത്ര മനുഷ്യജീവനുകൾ നമ്മൾ ബലി കൊടുക്കണം? പടക്കങ്ങൾ ഇനിയും നമുക്ക് വേണോ? അതോ കർശനമായ നിയന്ത്രണങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചോ? ഇതിനു മുൻപും കേരളത്തിനെ നടുക്കിയ പടക്ക ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുറ്റിങ്ങൽ ദുരന്തം, 100-ലധികം ജീവനുകൾ പൊലിഞ്ഞ അപകടം. ശബരിമല തീർത്ഥാടകരുടെ ജീവനെടുത്ത പടക്കപ്പുര സ്ഫോടനം. തൃശൂർ പൂരത്തിൽ വിവിധ വർഷങ്ങളിൽ ആഘോഷങ്ങൾക്കിടയിലുണ്ടായ ചെറുതും വലുതുമായ അപകടങ്ങൾ. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ദുരന്തമായി മാറാമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണിവ. മാറ്റത്തിനായുള്ള നിർദ്ദേശങ്ങൾ, പടക്കം പൂർണ്ണമായും നിരോധിക്കണം എന്ന ആവശ്യം ശക്തമാണ്. അതോടൊപ്പം തന്നെ പ്രായോഗികമായ ചില ബദലുകൾ നമുക്ക് ചിന്തിക്കാം. സർക്കാർ നിയന്ത്രണം. പടക്ക നിർമ്മാണവും വെടിക്കെട്ടും സ്വകാര്യ മേഖലയിൽ നിന്ന് മാറ്റി പൂർണ്ണമായും സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാക്കുക. ശബ്ദവായു മലിനീകരണം ഒഴിവാക്കി ലേസർ ഷോകളോ ഡ്രോൺ ഷോകളോ ഉത്സവങ്ങളുടെ ഭാഗമാക്കുക. നിങ്ങൾ പടക്കങ്ങൾക്കായി ചിലവാക്കുന്ന ഭീമമായ തുക ആ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്കോ മറ്റ് സഹായങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുക. നിങ്ങളുടെ നിലപാട് എന്താണ്? ആഘോഷങ്ങൾ സുരക്ഷിതമാകണം എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ അത് എങ്ങനെ വേണം? പടക്കങ്ങൾ പൂർണ്ണമായും നിരോധിക്കണോ? അതോ സർക്കാർ നിയന്ത്രണത്തിൽ സുരക്ഷിതമായി നിലനിർത്തണോ? നമ്മുടെ ആഘോഷങ്ങൾക്ക് ഇനി പടക്കങ്ങൾ വേണോ വേണ്ടയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് സുരക്ഷിതമായ ആഘോഷങ്ങൾക്കായി ചർച്ച ചെയ്യാം.